ഈ പ്രധാനപ്പെട്ട സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് വൈകിട്ട് 5:30 വിദേശകാര്യ മന്ത്രാലയം ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കാണും. ഉന്നതതല യോഗങ്ങളുടെ പിന്നാലെയാണ് രണ്ടാമത്തെ വാർത്താ സമ്മേളനം നടക്കുക. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഉന്നതതല യോഗം ചേർന്നത്. നിർണായക യോഗങ്ങൾക്ക് ശേഷം രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ വീണ്ടും വാർത്താ സമ്മേളനം നടത്താൻ സൈനിക വക്താക്കൾ. സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് വൈകിട്ട് 5:30 വിദേശകാര്യ മന്ത്രാലയം ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കാണുകയാണ്. ഉന്നതതല യോഗങ്ങളുടെ പിന്നാലെയാണ് രണ്ടാമത്തെ വാർത്താ സമ്മേളനം നടക്കുക. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഉന്നതതല യോഗം ചേർന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, നിർണായക യോഗങ്ങൾക്ക് ശേഷം രാവിലത്തെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ വീണ്ടും വാർത്താ സമ്മേളനം നടത്തുകയാണ് സൈനിക വക്താക്കൾ 5:30. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ഒരു ഉന്നതതല യോഗം ചേർന്നത്. കല്യാൺ മാർഗിലെ അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്നു യോഗം ചേർന്നത്. യോഗത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അതുപോലെ തന്നെ കര, വ്യോമ, നാവിക സേന മേധാവികളും പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം സ്ഥിരമായി ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ യോഗം ചേർന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രാവിലെ 10 മണിക്ക് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറിയും അതുപോലെ തന്നെ വ്യോമ, കരസേന വക്താക്കളും സംയുക്ത വാർത്താ സമ്മേളനം നടത്തി. ഇന്നലത്തെ പാകിസ്ഥാന്റെ പ്രകോപനവും ഇന്ത്യയുടെ തിരിച്ചടിയും അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ വിശദീകരിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ 5:30 കൂടി ഒരു വാർത്താ സമ്മേളനം ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ സംയുക്ത ഈ കര അതുപോലെ തന്നെ വ്യോമസേനകളുടെ വക്താക്കളും ചേർന്നുള്ള സംയുക്ത വാർത്താ സമ്മേളനം ഇപ്പോൾ 5:30 വീണ്ടും ചേരുകയാണ്. ഏതായാലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പലകുറി പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ ഇപ്പോൾ ഒരു വാർണിംഗ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യക്കെതിരായ ആക്രമണങ്ങളെ, ഭീകരാക്രമണങ്ങളെ ഭാവിയിൽ അത് ഇന്ത്യക്കെതിരായ യുദ്ധമായി തന്നെ കണക്കാക്കും എന്നുള്ള ഒരു താക്കീത് ആണ് ഇന്ത്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ യോഗത്തിന് ശേഷമാണ് അത്തരം ഒരു താക്കീത് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം മാത്രമല്ല, ഭീകരാക്രമണം തന്നെ ഇന്ത്യക്കെതിരായ യുദ്ധമായി കണക്കാക്കും എന്നുള്ള കാര്യമാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. ഏതായാലും നിർണായകമായ ഒരു വാർത്താ സമ്മേളനം തന്നെ 5:30 നടക്കുന്നുണ്ട്. ഏതായാലും ഇനി ഈ 10:30 സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നലത്തെ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമടക്കം ഇന്ത്യ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സൈന്യമാണ് ഈ തിരിച്ചടികളും അതുപോലെ തന്നെ ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങൾ പറയാനാകാം ഒരുപക്ഷെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും 5:30 ഇതിപ്പോൾ 2ാം തവണയാണ് യോഗം പത്രസമ്മേളനം നടക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും നിർണായക യോഗങ്ങൾ ഇപ്പോഴും ഡൽഹിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ യോഗവും വിളിച്ചിരിക്കുന്നത്, പത്രസമ്മേളനവും വിളിച്ചിരിക്കുന്നത്. ആന്റണി, പാകിസ്ഥാനിലെ ശക്തമായ തിരിച്ചടിയാണ് സൈന്യം നൽകുന്നത്. അതീവ ജാഗ്രതയിലാണ്. ഇന്ത്യ നിർത്തിയാൽ പാകിസ്ഥാനും അവസാനിപ്പിക്കാനുള്ള സമവായ ചർച്ചകളൊക്കെ മറുഭാഗത്ത് നടക്കുന്നുണ്ട്. തീർച്ചയായും തന്നെ അങ്ങനെ തന്നെയാണ്. ഇന്ത്യ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പാകിസ്ഥാൻ ഇത് അവസാനിപ്പിക്കാൻ ഇന്ത്യയും തയ്യാറാണ്, ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്ത്യയും തയ്യാറാണെന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു നിലപാട്. ഏതായാലും പക്ഷേ അതിനോട് പാകിസ്ഥാൻ അനുകൂലമായൊരു പ്രതികരണം നിലവിൽ നടത്താത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അവർ ഇപ്പോഴും ഈ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ ഇന്ത്യക്ക് നേരെ തുടരുകയാണ്. അത് ഷെല്ലാക്രമണം അതിർത്തിയിലും തുടരുന്നുണ്ട്. പലപ്പോഴും സാധാരണക്കാർക്ക് നേരെയാണ് അവരുടെ ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഗൗരവമേറിയ ഒരു കാര്യമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് അടിക്ക് തിരിച്ചടി എന്നുള്ള നിലയിലാണ്. അതായത് ഏത് തരത്തിലാണ് പാകിസ്ഥാൻ നമ്മളെ ലക്ഷ്യമിടുന്നത് അതിന് തിരിച്ച് അതേപോലെ തന്നെ നാണയത്തിൽ മറുപടി കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. ഏതായാലും നേരത്തെ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സൈനിക കേന്ദ്രങ്ങളിലേക്കടക്കം ആക്രമണം നടത്തി ഇന്ത്യ എന്നുള്ള കാര്യം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സേനാ വക്താക്കൾ അറിയിച്ചിരുന്നു. ഏതായാലും ആ ഒരു തരത്തിൽ തന്നെയാണ്. കാരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് കൂടുതലും ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ആ ഭാഗത്തേക്കാണ് ഇവർ ഡ്രോൺ ആക്രമണവും അതുപോലെ തന്നെ മിസൈൽ ആക്രമണവും ഒക്കെ നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേന്ദ്രങ്ങൾ എവിടെയാണ് ഇതിൻ്റെ ഉത്ഭവം അവിടെ തന്നെ ചെന്ന് അത് നശിപ്പിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഇന്ത്യ എത്തിയിട്ടുള്ളത്. ആ നാണയ
സമയത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചു കൊടുക്കുകയാണ്. ഏതായാലും നിലവിൽ ചെറിയ നാശനഷ്ടമൊക്കെ സേനാ ആസ്ഥാനങ്ങൾക്ക് ഉണ്ടായതൊഴിച്ചാൽ പാകിസ്ഥാനെ അപേക്ഷിച്ച് കാര്യമായ പ്രശ്നങ്ങൾ ഇന്ത്യക്കില്ല എന്നുള്ളതാണ് സൈനിക വക്താക്കളടക്കം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം തുടരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഏതായാലും അതിനെ ശക്തമായി തന്നെ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം. ഏതായാലും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗം തന്നെയാണ് ഇന്നിപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ വസതിയിൽ ചേർന്നിട്ടുള്ളത്. 3 സൈനിക മേധാവികളും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും അടക്കമായ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യം അവർ കൃത്യമായി തന്നെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരമൊരു മറ്റ് തീരുമാനങ്ങൾ എന്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിലേക്കൊക്കെ ഇനി അറിയേണ്ടത്. ഏതായാലും വാർത്താ സമ്മേളനം അല്പസമയത്തിനകം 5:30-ക്കാണ് സംയുക്ത വാർത്താ സമ്മേളനം ഇപ്പോൾ ചേരാനായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് എന്താണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്, അതായത് രാവിലത്തെ പത്രസമ്മേളനം നടന്ന ശേഷം എന്താണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള അടുത്ത നടപടി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അല്ലെങ്കിൽ എന്തൊക്കെ നടപടികൾ പാകിസ്ഥാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ അത്തരം കാര്യങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ്. സാധാരണ വാർത്താക്കുറിപ്പൊക്കെയാണ് ഇറക്കാറ്. ഏതായാലും ഇന്നിപ്പോൾ ആ വാർത്താ സമ്മേളനം വീണ്ടും നടക്കുന്നു. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രസമ്മേളനം തന്നെയാണ് 5:30-ക്ക് നടക്കാനിരിക്കുന്നത്. ആന്റണി, സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് വൈകിട്ട് 5:30-ന്. വിദേശകാര്യ മന്ത്രാലയം ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കാണും. ഉന്നതതല യോഗങ്ങളുടെ പിന്നാലെയാണ് രണ്ടാമത്തെ വാർത്താ സമ്മേളനം നടക്കുക. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഉന്നതതല യോഗം ചേർന്നത്. പാക് പ്രകോപനം, ഇന്ത്യയുടെ തിരിച്ചടി തുടങ്ങിയ കാര്യങ്ങളായിരിക്കും വിശദീകരിക്കുക.